നമസ്കാരം കൂട്ടരെ, രാജേഷ് കുമാറാണ്. കൂട്ടരെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് വീഡിയോ ആണ്, നല്ലൊരു മെസ്സേജാണ്. ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല കൂട്ടരെ. ഇപ്പോൾ നമ്മളിപ്പോൾ പ്രൈവറ്റായിട്ട് വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ പല സെക്ടറുകളിൽ, അല്ലെങ്കിൽ പ്രൈവറ്റ് ഫാമിലി ആയിരിക്കും, കമ്പനികളിലായിരിക്കും, അങ്ങനെ ഓരോരോ സ്ഥാപനങ്ങളിൽ നമ്മൾ ജോലി ചെയ്ത് സ്ഥിരം നിൽക്കില്ല. ഒരു 5-10 വർഷം കൂടുന്നതോറും നമ്മൾ മാറിക്കൊണ്ടേയിരിക്കും. ഈ ഗവൺമെൻറ് സെക്ടർ ആകുമ്പോൾ മാത്രമേ നമ്മൾ സ്ഥിരമായിട്ട് ഒരു സ്ഥലത്ത് ഒരു 15 വർഷം ജോലി ചെയ്യത്തുള്ളൂ. ഞാൻ പറഞ്ഞത് വേറെ ഒന്നുമില്ല. ഞാൻ ഒരു 10 വർഷം ബാക്കിൽ ഞാൻ വർക്ക് ചെയ്തൊരു സ്ഥാപനത്തിൽ പുതിയ പുതിയ ആൾക്കാർ വരുന്നു, അവരാരും നിൽക്കുന്നില്ല, എല്ലാവരും നിർത്തിപ്പോകുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് എൻ്റെ സൂപ്പർവൈസർ ചോദിച്ചു, രാജേഷ്, ഒരാളും ഇവിടെ ജോലിക്ക് സ്ഥിരം നിൽക്കുന്നില്ലല്ലോ. അപ്പോൾ ഇവർ വരുന്ന സമയത്ത് ട്രെയിനിങ് കൊടുക്കുന്നത് അവിടുത്തെ സീനിയർ സ്റ്റാഫുകളായിരിക്കും. അപ്പോൾ അവർ കണിശമായ ട്രെയിനിങ്ങും കാര്യങ്ങളും കൊടുത്തിട്ട് അവർ 1-2 ദിവസം നിന്നിട്ട് പോകുന്നു. അപ്പോൾ എൻ്റെ തോന്നുന്നു രാജേഷിന് ട്രെയിനിങ് കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ ട്രെയിനിങ് എന്ന് വെച്ചാൽ ഒരു പ്രത്യേകതരം ട്രെയിനിങ് ആണ്. ഞാൻ സാറേ ഓക്കെ, പിള്ളേരെ എൻ്റെ കൂടെ വിടും. വർഷങ്ങളായ ഇത് ലാസ്റ്റ് ഒരു ട്വിസ്റ്റ് ഉണ്ട്. അതായത് ഞാൻ പറഞ്ഞു വരുന്നത്, അതായത് അപ്പം ഇവർ എൻ്റെ കൂടെ ട്രെയിനിങ്ങിന് വന്നു. രാവിലെ നമ്മളിവിടെ ഫീൽഡ് വർക്കാണേ, രാവിലെ ഇറങ്ങുന്നു. അപ്പോൾ ഇവർക്കൊക്കെ പേടി. ഇപ്പം ഞാൻ എന്ത് പറയും, ഞാൻ സീനിയർ അല്ലേ, ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് എടുക്കുന്നത്. ഞാൻ നേരെ അവരെ മ്യൂസിയത്തെ കൊണ്ടുപോകും, സിനിമയ്ക്ക് കൊണ്ടുപോകും. ഇത്രയേ ഉള്ള ജോലി. അങ്ങനെ ന്യായത്തിൽ ഞാൻ അവർക്ക് ട്രെയിനിങ് കൊടുക്കും. എന്നു വെച്ചാൽ എൻ്റെ ട്രെയിനിങ് പ്രത്യേകതരം ട്രെയിനിങ് ആണ്. എല്ലാവരും അവർക്ക് ജീവിക്കാൻ വേണ്ടിയാണ് വരുന്നത്. അപ്പോൾ അവർക്ക് ട്രെയിനിങ് കൊടുത്ത് നല്ലൊരു നിലയിൽ എത്തിക്കുക എന്നുള്ളത് നമ്മളൊരു ലക്ഷ്യമുണ്ട്. ഞാനും ആദ്യമേ സീനിയറായിട്ടല്ല വന്നത്, ജൂനിയറായിട്ട് വന്ന് നിന്ന് സീനിയറാണ്. ബാക്കിയുള്ള സീനിയേഴ്സിന് അവരാണ് വലുത്, അവരെ കീഴിൽ നിൽക്കണം, അങ്ങനത്തെ കുറേ ക്യാരക്ടർ. അങ്ങനെ കുറേ പേര് എൻ്റെ കൂടെ ട്രെയിനിങ്ങിന് വന്നു. പിന്നെ പുതിയ ആൾക്കാരെ ഞാൻ ട്രെയിനിങ് കൊടുത്തു. ഞാൻ പറഞ്ഞതൊന്നും വേറെ ഒന്നുമില്ല. ഇപ്പം നമ്മൾ നിൽക്കുന്ന സ്ഥാപനം ഏതായാലും ജൂനിയറായിട്ട് വരുന്ന ആൾക്കാരായിരിക്കും സീനിയർ ആവുന്നത്. നമ്മൾ സ്നേഹത്തോടെ ഡീൽ ചെയ്യുക എന്ന് വെച്ചാൽ നമ്മൾ ഒരു കാരണവശാലും ലൈഫ് ലോങ് ആ ഫാമിലി നമ്മൾ ജോലി ചെയ്യാമെന്ന് ആർക്കും വാക്ക് കൊടുത്തിട്ടില്ല. പുറത്തിറങ്ങിയാലും അവർ ചേട്ടാന്ന് ഒന്ന് വിളിച്ചുകൊണ്ട് വരണം, മനസ്സിലായ? അങ്ങനെ കുറേ പേരാണ് നിന്ന് വർഷങ്ങളായി. അപ്പം എനിക്കൊരു എൻ്റെ സുഹൃത്തിൻ്റെ വണ്ടിയുടെ കേസായിട്ട് എനിക്ക് തമിഴ് കോയമ്പത്തൂർ വരെ പോകേണ്ടി വന്നു. അങ്ങനെ വണ്ടി അവിടെ നിന്ന് ആക്സിഡൻ്റ് ആയ കേസാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കൂടെ വരാം. അങ്ങനെ വണ്ടിയുടെ കേസ് സംസാരിച്ച് ബില്ല് ഇത്ര എമൗണ്ട് കൂടുതൽ. അപ്പോൾ അവിടെ അഡ്വൈസർ തമിഴാണ്. പുള്ളിക്കാരൻ എൻ്റെ റേസ് ആവുകയാണ്, നിങ്ങൾക്ക് വണ്ടിയെ പറ്റി എന്തറിയാം? അപ്പം നമ്മളെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ നമ്മൾ ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഒന്നും പറയില്ല, അവന് കുറച്ച് കാര്യങ്ങൾ അറിയാം. അങ്ങനെ ഇയാൾ എന്നെ റേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് തമിഴ്നാടാണേ. പുറകെ ചേട്ടാവുന്നൊരു വിളി. ഞാൻ തിരിച്ചപ്പോൾ തമിഴ്നാട്ടിൽ നമുക്ക് ആൾക്കാരാണ് നോക്കുന്ന സമയത്ത് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ട്രെയിനിങ് കൊടുത്ത ഒരു പയ്യൻ അവിടുത്തെ റീജിയണൽ മാനേജർ ടോപ്പിൽ. അപ്പോൾ ഈ 2 ദിവസം ഞെട്ടിപ്പോയി. അയ്യോ, ഇയാളെങ്ങനെ അറിയാം? എന്താണ് പ്രശ്നം? നമ്മൾ ഇങ്ങനെ ഒരു സുഹൃത്തിൻ്റെ വണ്ടിയാണോ ഇങ്ങനെ ആക്സിഡൻ്റ് ആയി, അപ്പോൾ ഇങ്ങനെ ബില്ല് എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ അവൻ്റെ റേസ് ആയി. അങ്ങനെ ഏകദേശം ഒരു നല്ലൊരു എമൗണ്ട് അവിടെ മൈനസ് വന്നു. അങ്ങനെ ആ പയ്യൻ എന്നെ കൊണ്ടുപോയി ട്രീറ്റ് ചെയ്ത് അവൻ്റെ വീട്ടിലൊക്കെ കൊണ്ടുപോയി ഓരോ കാര്യങ്ങൾ സംസാരിച്ചു. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ പുള്ളിക്കാരെ അന്ന് ട്രെയിനിങ് വന്ന സമയത്ത് സീനിയറൊക്കെ കൊണ്ടുപോയിട്ട് ഇവ നിർത്തണം, അവൻ പാഴാണ്, അവനെ കൊണ്ട് ഒന്നും സാധിക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ തരണത്. അപ്പോൾ എൻ്റെ സീനിയർ പറഞ്ഞു, അവനെ പറഞ്ഞു വിട്, ഒരു കാശിന് കൊള്ളില്ല എന്നുള്ളത്. ചേട്ടാ എനിക്കൊരു ടൈം താ. അങ്ങനെ ഞാൻ അവനെ കൊണ്ട് നടന്ന് മാർക്കറ്റിങ്ങിൻ്റെ പല കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത് സെറ്റാക്കി. ഞാൻ വണ്ടികളെല്ലാം കാര്യങ്ങളെല്ലാം കൊടുത്തു. അവൻ ടോപ്പായി, മനസ്സിലായിട്ടുണ്ടോ? അങ്ങനെ ആ വർഷങ്ങൾക്ക് ശേഷം അവൻ പോയി. ഇപ്പോൾ അവൻ റീജിയണൽ മാനേജർ പോസ്റ്റിൽ നിന്നപ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന പുണ്യ പ്രവൃത്തികൾ, ഇപ്പോൾ നമ്മളെ കൂടെ നിൽക്കുന്ന ജോലിക്കാരെ ഒരിക്കലും റാഷായിട്ട് ഒരിക്കലും പെരുമാറില്ല. എന്ന് വെച്ചാൽ പുറത്തിറങ്ങിയാലും നമുക്ക് ഏത് രൂപത്തിലാണ് ഹെൽപ്പ് വരണമെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ഇപ്പം ഞാനായിക്കോട്ടെ, നിങ്ങളായിക്കോട്ടെ, ആ പുള്ളിക്കാരൻ പോലെ ഞാൻ ഇപ്പോൾ എവിടെ ചെന്നാലും പല സ്ഥാപനങ്ങളിലും ഇപ്പം എൻ്റെ കസ്റ്റമറായാലും നമ്മൾ കൊടുക്കുന്ന സർവീസ് അല്ലെങ്കിൽ നമ്മൾ ഡീലിങ് ചിരിച്ചുകൊണ്ട് ഡീൽ ചെയ്യുക, ഒരിക്കലും ദേഷ്യപ്പെടരുത്. അവർ ചിലപ്പം ഏത് ലെവൽ ആവും നമുക്കൊന്നും പറയാൻ പറ്റില്ല. എൻ്റെ ഇവിടെ ട്രെയിനിങ് വന്ന കുറേ പിള്ളേർ ഇപ്പം MBDയിലും ബാക്കി കുറേ സ്ഥലത്ത് നല്ല പോസ്റ്റിൽ എത്തിയിട്ടുണ്ട്. അതിന് എനിക്കൊരു സന്തോഷമുണ്ട്. കാരണം എന്ന് വെച്ചാൽ അവരിപ്പം പുറത്തിറങ്ങിയാൽ എന്നെ ചേട്ടാന്ന് സ്നേഹത്തോടെ വിളിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഈ സീനിയറായിട്ടുള്ള ആൾക്കാർ അവർ ഓർക്കുക, അവരും ജൂനിയറായിട്ട് വന്നാണ് സീനിയർ ആവുന്നത്. അങ്ങനെ ഈ സീനിയർമാർ റാഗ് ചെയ്ത പയ്യന്മാർ ഈ സീനിയർമാർ ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് മർദ്ദിച്ച സംഭവം ഉണ്ടായിട്ടുണ്ട്. എൻ്റെ സുഹൃത്തുക്കളെ, ജീവിതം ഒന്നേ ഉള്ളൂ, വലിപ്പ ചെറുപ്പങ്ങളൊന്നുമില്ല.
ഒന്നുകൂടാതെ ഭൂമി വരുന്നു, ഒന്നുകൂടാതെ ഭൂമിയിൽ നിന്ന് പോകുന്നു. അത്രേ ഉള്ളൂ മനുഷ്യൻ്റെ ലൈഫ് എന്ന് വെച്ചാൽ. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് ഏത് ഫാം ആയിക്കോട്ടെ, നമ്മളെ കൂടെ നിൽക്കുന്ന സ്റ്റാഫുകളെ അത്ര സ്നേഹത്തോടെ കരുതലോടെ നോക്കുക. നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയാലും എവിടെ പോയാലും ആ ബന്ധങ്ങൾ, ആ സുഹൃത്ത് ബന്ധങ്ങൾ, ഇപ്പം ഞാനെന്നുള്ളത് ഒരുപാട് ഇടത്ത് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും അവരുമായിട്ട് എനിക്ക് ബന്ധങ്ങളുണ്ട്. ഞാൻ മെസ്സേജ് അയക്കാറുണ്ട്, ആ ബന്ധം പുതുക്കാറുണ്ട്. ഫേസ്ബുക്കിലൂടെ ആയാലും വാട്സപ്പിൽ കൂടെ ആയാലും. മനസ്സിലാവുന്നുണ്ടോ? അപ്പം ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ മാത്രമുള്ള കാര്യമല്ല, ലൈഫ് ലോങ് ജീവിതം നമ്മൾ എത്ര സമയം വരെ ഉണ്ടോ ആ ടൈം വരെ ആ ബന്ധം നിലനിൽക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ ആ ഒരു പോസിറ്റിവിറ്റി നമുക്ക് മനസ്സിലാകത്തുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് ആ ഫാമിലിയിൽ നിന്ന് നമ്മൾ അവനെ നെഗറ്റീവായിട്ട് ദേഷ്യപ്പെട്ട് ചീത്ത വിളിച്ച് അവനെ പറഞ്ഞു വിട്ടെങ്കിൽ ഭാവിയിൽ എവിടെ വെച്ച് അവൻ നമ്മളെ കണ്ടാലും നല്ല രീതിയിൽ കിട്ടും. അതുകൊണ്ട് ഇതൊരു മെസ്സേജായിരിക്കട്ടെ. നല്ലത് മാത്രം ചെയ്യുക, നല്ല കാര്യങ്ങൾ ചെയ്യുക, പോസിറ്റീവായിട്ടിരിക്കുക. എല്ലാം താഴെക്കൊണ്ട് വരുള്ളൂ. താങ്ക് യു.